Good morning, children. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഡിവിഷൻ അല്ലേ? എങ്ങനെയാണ് ഒരു എമൗണ്ട് തന്നാൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്മോൾ ഡിജിറ്റ്സ് ആയിരുന്നു. ഈ ക്ലാസ്സിൽ 3 ഡിജിറ്റ്സ് നമ്പർ തരും. അതിനെ സിംഗിൾ ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയാം. 306 എന്ന് തന്നിട്ടുണ്ട്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 ഡിജിറ്റ് നമ്പർ അല്ലേ? 306നെ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യും? അതിന് നമ്മളത് 306 എഴുതുന്നു, ഇവിടെ 3 എഴുതുന്നു. ദെൻ 3ന്റെ ടേബിളിൽ ഇവിടെ 3 കിട്ടുന്നത് വരെ കൗണ്ട് ചെയ്ത് നോക്കാം. 1 ആണ് അല്ലേ? 1 3s are 3. ഇനി 0നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ 0 തന്നെ എഴുതുന്നു. ദെൻ അടുത്തത് 3ന്റെ ടേബിൾ 6 കിട്ടുന്നത് വരെ എത്ര എമൗണ്ട് കൗണ്ട് ചെയ്യുമ്പോഴാണ് 6 ഇടുന്നത്? 2 3s are 6 ഇല്ലേ? അപ്പോ ഇതാണ് ആൻസർ. 102 ആണ് അതിന്റെ ആൻസർ. ഇതുപോലുള്ള 3 ഡിജിറ്റ്സ് നമ്പേഴ്സിന്റെ ഡിവിഷൻ നിങ്ങളുടെ പേജ് നമ്പർ 32-ലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. അടുത്തത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ ബൈ ലോങ് മെത്തേഡ്. എന്താണ് ഡിവിഷൻ ബൈ ലോങ് മെത്തേഡ്? അതെങ്ങനെയാണ് ഡിവിഷൻ ബൈ ലോങ് മെത്തേഡ്? നമ്മളൊരു എക്സാമ്പിൾ ഇപ്പൊ 28, അതിന് നമ്മൾ സാധാരണ ഡിവിഷന്റെ സിമ്പിൾ എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ഇടുന്നു പറഞ്ഞു അല്ലേ? ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷെ ലോങ് മെത്തേഡിൽ അങ്ങനെയല്ല നമ്മൾ ഡിവിഷന്റെ സിമ്പിൾ ഇടുന്നത്. അതിനെ തിരിച്ചിടുകയാണ്. ഇങ്ങനെയാണ് ഇടേണ്ടത്. ലോങ് മെത്തേഡിൽ നമ്മൾ ഇങ്ങനെയാണ് ഡിവിഷന്റെ സിമ്പിൾ ഇടുന്നത്. 28 ഡിവൈഡ് ബൈ 2 എന്ന് തന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? അപ്പൊ നമ്മൾ നോക്കുക. ആദ്യം ഇവിടെ 2 ആണ് അല്ലേ? സോ ഇവിടെയും 2 ആണ്. 2ന്റെ ടേബിളിൽ 2 കിട്ടുന്നില്ലേ? കിട്ടാറുണ്ടോ? ഉണ്ട് അല്ലേ? അത് ഏത് നമ്പർ കൗണ്ട് ചെയ്യുമ്പോഴാ? 1 2s are ആ 2 ഇവിടെ എഴുതുന്നു. എങ്ങനെയാണ്? ആദ്യം ഈ 2ന്റെ ടേബിളിൽ ഈ 2 കിട്ടുന്നത് വരെ നമ്മൾ ടേബിൾ ചൊല്ലുന്നു. അതായത് 1 2s are 2 ആണ്. ആ 1 2s are 2 ഈ 2ന്റെ താഴെ നമ്മൾ എഴുതുന്നു. ദെൻ ഈ 2ൽ നിന്നും താഴെയുള്ള നമ്മളിപ്പോ എഴുതിയ 2 മൈനസ് ചെയ്യുന്നു. എത്രയാണ്? 2ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്രയാ? 0 അല്ലേ? അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. ഇവിടെ ഏതാണത് നെക്സ്റ്റ് ഡിജിറ്റ്? 8 ആണ്. ആ 8നെ താഴേക്ക് ഇറക്കി എഴുതുന്നു. മനസ്സിലായി? അങ്ങനെ 2ന്റെ ടേബിളിൽ 8 കിട്ടുന്നത് വരെ നമ്മൾ കൗണ്ട് ചെയ്യാം. 2 1s are 2, 2 2s are 4, 2 3s are 6, 2 4s are 8. നമുക്ക് എത്രയാണ് കിട്ടിയത്? 4 ആണ് അല്ലേ? ആ 4 ഇതിന് മുകളിലേക്ക് എഴുതുന്നു. ഇനിയോ 4 2s are 8 എന്നുള്ള 8 ഈ 8ന്റെ താഴേക്ക് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ 8ൽ നിന്നും ഈ 8 മൈനസ് ചെയ്യുന്നു. അപ്പൊ ആൻസർ എത്രയാ? 0. മനസ്സിലായില്ലേ? ഇതാണ് ഡിവിഷൻ ബൈ ലോങ് മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ സിമ്പിൾ മാറ്റിയിടണം. ആദ്യം സിംഗിൾ ഡിജിറ്റ്. ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഡിവിസർ എന്താണ്? സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെയും സിംഗിൾ ഡിജിറ്റ് എടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ആദ്യം ആ സിംഗിൾ ഡിജിറ്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതിങ്ങനെ നെക്സ്റ്റ് ഡിജിറ്റ് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതാണ് ലോങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഈ ഇതിൽ പഠിക്കാനുള്ളത് ഏതാണെന്നറിയോ? ഇതും ചെയ്തു കഴിഞ്ഞാൽ ഇത് പേജ് നമ്പർ 32 34 നിങ്ങൾക്ക് ഇതുപോലത്തുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കാം. ഇനി എന്താണെന്നറിയാം നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്? ഡിവിഷൻ വിത്ത് റിമൈൻഡർ. എന്താണ് ഡിവിഷൻ വിത്ത് റിമൈൻഡർ? എന്താണ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഇടയിലെ ലാസ്റ്റ് വൺ നമ്മൾ എപ്പോഴും 0 ആയിരിക്കില്ല. നമ്മൾ പിന്നീട് കുറച്ച് ഡിജിറ്റ് ബാലൻസ് ആയിട്ട് വരും. നമുക്കത് ചെയ്യാൻ ബാക്കി ചെയ്യാൻ നമുക്ക് എമൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ വരുന്നതാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. എക്സാമ്പിൾ 45 ഡിവൈഡഡ് ബൈ 7 എന്ന് തന്നാൽ നമ്മൾ എങ്ങനെ ഇത് ഡിവൈഡ് ചെയ്യും? നിങ്ങൾ സാധാരണ ലോങ് മെത്തേഡ് ഇങ്ങനെയൊക്കെ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലോങ് മെത്തേഡിൽ തന്നെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക.
മനസ്സിലായില്ലേ? 45 എഴുതുന്നു. ദെൻ 45നെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 7 കൊണ്ടാണ് അല്ലെ ഡിവൈഡ് ചെയ്യേണ്ടത്. 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 7ന്റെ ടേബിൾ 45 കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ടേബിൾ ചൊല്ലി നോക്കണം. 7ന്റെ ടേബിളിൽ 45 ഉണ്ടോ? കിട്ടുന്നുണ്ടോ? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ഏതാ കിട്ടുന്നത്? 42 വരെ നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് ഏത് വരെയേ കിട്ടുന്നുള്ളൂ? 42 വരെയേ കിട്ടുന്നത്. അത് ഏത് നമ്പർ ആയിട്ട് 7 ഇൻറ്റു ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? 6. ഏത് നമ്പറാണ്? 6 7s are 42 അല്ലേ? ആ 42 നമ്മൾ ഇവിടെ ഇതിന്റെ താഴെയായിട്ട് ഇങ്ങനെ എഴുതുന്നു. എഴുതുന്നു. ഈ 45 വരെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ദെൻ അത് കിട്ടുന്നില്ല. അപ്പൊ അതിനേക്കാൾ താഴെയുള്ള ചെറിയ എമൗണ്ട് ആണ്, അതുവരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മൾ നോക്കേണ്ടത്. 45നേക്കാൾ പിന്നെ വരുന്ന 7ന്റെ ടേബിൾ വരുന്നത് ഏതാണ്? 42 ആണ്. അത് 6 കൊണ്ട് 7 ഇൻറ്റു ചെയ്യുമ്പോൾ മാത്രമാണ് ഈ 42 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ 42 6 7s are 42 എന്നുള്ളത് ഈ 45ന്റെ താഴെയായിട്ട് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 45ൽ നിന്ന് 42 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ 45ൽ നിന്ന് 42 മൈനസ് ചെയ്താൽ നമ്മൾക്ക് എത്ര കിട്ടും? ബാലൻസ് 3 ആണ് കിട്ടുന്നത്. മനസ്സിലായോ? നമുക്ക് എത്ര? 45ൽ നിന്ന് 42 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 42 മൈനസ് ചെയ്യുമ്പോൾ 3 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ആ 3നെ നമ്മൾ എന്താണ് പറയുന്നത്? റിമൈൻഡർ. ആ കിട്ടുന്ന ഇനിയിപ്പോ ഇവിടെ വേറെ ഒന്നും നമ്മൾക്ക് എന്ത് ഇൻറ്റു ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനുള്ള എമൗണ്ട് ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ 3നെ നമ്മൾ എന്ത് പറയുന്നു? റിമൈൻഡർ. എന്ത് പറയുന്നു? 3നെ റിമൈൻഡർ ഇസ് ഈക്വൽ ടു 3. മനസ്സിലായില്ലേ? ഇതാ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡിവിഷൻ വിത്ത് റിമൈൻഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഈ 6 ഇല്ലേ? ആ 6 ആണ് നമ്മുടെ എന്താണ്? കോഷ്യന്റ്. ഈ 6 നമ്മൾക്ക് കിട്ടിയ കോഷ്യന്റ് ആണ്. ബാലൻസ് കിട്ടുന്ന ഈ 3 നമ്മളുടെ റിമൈൻഡർ ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇത് വെച്ചിട്ട് വരുന്ന പ്രോബ്ലംസ് നിങ്ങളുടെ പേജ് നമ്പർ 35 36 37 ഉണ്ട്. ആ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണെയോ? ചെക്ക് യുവർ ഡിവിഷൻ. എന്താണ് ചെക്ക് യുവർ ഡിവിഷൻ? നമ്മൾ ഡിവിഷൻ ചെയ്തത് ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? നമ്മൾ ചെയ്ത ഡിവിഷൻ എങ്ങനെയാണ്, അത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അതിന് നമ്മൾക്കൊരു ഫോർമുല ഉണ്ട്. എന്താണെന്നറിയോ? ഡിവിസർ. അതിനുള്ള ഫോർമുല എന്താണ്? ഡിവിസർ ഇൻറ്റു കോഷ്യന്റ്. ഡിവിസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഈക്വൽ ഡിവിഡൻഡ്. എന്താണ്? ഡിവിസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ്. അതൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യണം. അപ്പൊ ഞാൻ ചെയ്യണം 20 ഡിവൈഡഡ് ബൈ 5. ഇതാണ് നിങ്ങൾക്ക് തന്ന ഒരു എക്സാമ്പിൾ എന്ന് വെക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? 5ന്റെ ടേബിളിൽ 20 കിട്ടുന്നത് വരെ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണം. ഏതാണ്? 4 5s are 20 അല്ലേ? അപ്പൊ നമ്മൾ ആ 4 5s are 20 എന്നുള്ളത് ഇവിടെ എഴുതുന്നു. ദെൻ ഈ 20ൽ നിന്ന് ഈ 20 മൈനസ് ചെയ്യുന്നു. നമുക്ക് ആൻസർ 0 ആണ്. ഇതിൽ ഏതാണ് ഡിവിഡൻഡ്? ആദ്യം നമ്മൾ നോക്കാം. ഡിവിസർ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? 5 ആണ്. ഡിവിസർ ഏതാണ്? 5 ആണ്. ഇനി കോഷ്യന്റ്. കോഷ്യന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഇനി റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി ഡിവിഡൻഡ് എത്രയാണ്? ഡിവിഡൻഡ് എത്രയാണ്? 20 ആണ് അല്ലേ?
അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ പ്രോബ്ലത്തിൽ അങ്ങനെയാണ് ഡിവിസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് എന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഡിവിസർ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പൊ 5 ഇൻറ്റു കോഷ്യന്റ് എത്രയാണ്? 4 ആണ്. 4 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 0 ആണ്. ഇനി ഡിവിഡൻഡ് എത്രയാണ്? ഈസ് ഈക്വൽ ടു 20 ആണ് അല്ലേ. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കിക്കേ. 5 4 സാർ എത്രയാണ്? 5 ഇൻറ്റു 4 എത്രയാണ്? 20 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 20 തന്നെയല്ലേ. അപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്താണ്? കറക്റ്റ് ആയില്ലേ? ആണോ? ശരിയാണ് അല്ലേ. ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്ത ഈ ഡിവിഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അതിനെന്താണ് ആ ഫോർമുല? ഡിവിസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ്. ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത ഡിവിഷൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് വരുന്ന പ്രോബ്ലംസ് അടുത്ത ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ട്. അത് നന്നായി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് അറിയിക്കുക. നിങ്ങൾക്ക് ഡിവിഷൻ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ടീച്ചറുടെ ഈ ക്ലാസ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിച്ച് അറിയിക്കുക. ഓക്കെ.